ഗ്രാമങ്ങളാകെ നഗരവൽക്കരിക്കപ്പെടുന്നതിൻ്റെ ഭാഗമായി വയോജനങ്ങൾ, സ്ത്രീകൾ, പ്രത്യേകിച്ച് സ്ത്രീ തൊഴിലാളികൾ, കുട്ടികൾ എന്നിവർക്കായി നഗരവൽക്കരണ ആസൂത്രണ നയത്തിൽ പ്രത്യേക പരിഗണനയും പദ്ധതികൾ ഉൾപ്പെടുത്തുന്നതിന് പ്രത്യേക ആലോചനയും സർക്കാർ നടത്തുന്നുണ്ടോ എന്ന് വ്യക്തമാക്കാം. നഗരവൽക്കരണം എന്ന പ്രതിഭാസത്തെ നമുക്ക് തടഞ്ഞു നിർത്താനാവില്ല. അതിനെ തടഞ്ഞു നിർത്തുക എന്നതല്ല, അതിനെ ആസൂത്രിതമായിട്ടുള്ള രീതിയിൽ ശരിയായ ദിശയിലേക്ക് വഴിതിരിച്ചു വിടുക എന്നതാണ്. ഇൻക്ലൂസീവായ നഗരങ്ങൾ എന്ന കാഴ്ചപ്പാടാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. നഗരം ആരുടേത് എന്ന് ചോദിച്ചാൽ എല്ലാവരുടേതും എന്നതാണ് കേരളത്തിൻ്റെ ബദൽ. ആ ബദലാണ് കേരളം ഉയർത്തിപ്പിടിക്കുന്നത്. അതല്ലാതെ സമ്പന്നർക്ക് മാത്രം ഇടമുള്ള നഗരം, ബാക്കി പാർശ്വവൽക്കരിക്കപ്പെട്ടവർ എല്ലാം പ്രാന്തപ്രദേശങ്ങളിലേക്ക് തള്ളി നീക്കപ്പെടുന്ന നഗരം എന്നതല്ല ഈ സർക്കാരിൻ്റെ കാഴ്ചപ്പാട്. സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ വികസനം എന്ന ഒരു ബദൽ സമീപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന നഗരങ്ങൾ, അതിൽ പ്രായം ചെന്നവർ, വയോജനങ്ങൾ, സ്ത്രീകൾ, ദുർബല വിഭാഗങ്ങൾ, അവർക്കെല്ലാം ജീവിത സൗകര്യങ്ങളുള്ള, ജീവിക്കാൻ ഇടമുള്ള ഒരു നഗരം, അവരെല്ലാം ഉൾക്കൊള്ളുന്ന നഗരം എന്ന കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ നഗരനയം ആവിഷ്കരിക്കുന്നത്.